എനിക്ക് വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞ് തിരിയുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അമ്മയെന്നും പറഞ്ഞ കറി ഇവിടെ എന്തോ ഉരുണ്ടുകൂടിയിരിക്കുന്ന പോലെ. സ്കാനൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ തോന്നുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ ബ്രദർ, എനിക്ക് നടുവേദന 20 വർഷത്തിൽ കൂടുതലായി നടുവേദന. ഞാൻ ടീച്ചറായിരുന്നു. സ്കൂളിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി അസ്വസ്ഥത ഉണ്ടായിരുന്നു. നാട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു, ഇവിടെ നടുവ് മൊത്തം തേയ്മാനമായി മൊത്തം പോയി, കുനിയരുത്, ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ് ആക്സിഡൻ്റലിയാണ് ഞാൻ ബ്രദറിൻ്റെ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു ഹോസ്പിറ്റലിൽ നടുവ് വേദനയുള്ളതായിട്ട് ഹോസ്പിറ്റലല്ലേ പോകേണ്ടത്. ധ്യാനത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോവും, അവിടെ ഈശോ സൗഖ്യം തരുമെന്നും പറഞ്ഞ് വന്നത്. അപ്പോൾ ബ്രദർ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ചുമയ്ക്കുമ്പോഴും വേദനയായിരുന്നു എനിക്ക്. ഇപ്പം പല പ്രാവശ്യം ചുമച്ച് നോക്കി, വേദനയില്ല. അതുപോലെ ഒരാഴ്ചയായിട്ട് ഞാൻ കിടന്നിട്ട് എണീക്കുമ്പോൾ എൻ്റെ ഹിപ്പ്, അതായത് ജോയിൻറ്റിൻ്റെ ഇവിടെ ഭയങ്കര വേദന. കണ്ടിന്യൂസ് ഇല്ല, കിടന്നിട്ട് എണീക്കുമ്പോൾ, ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഈ ജോയിൻ്റ് ഇവിടെ ഭയങ്കര വേദന. ഇപ്പം വേദനയില്ല. ഇന്ന് രാവിലെ ഞാൻ കാപ്പൂടി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പം നടുവേനയും ഈ കാലം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അന്ന് ബോംബെയിൽ നിന്ന് വന്നാണ് ചേച്ചി ധ്യാനിക്കാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ആ വേദന ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞോ? പറഞ്ഞില്ല. ഈ പള്ളയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ പള്ളയിൽ അങ്ങനെ പ്രശ്നമില്ലെന്നാ പറയുന്നത്. ഞെക്കി നോക്കി തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ആങ്ങളോട് പോയി പറയണം, എനിക്ക് ഈശോ സൗഖ്യം തന്നു. കൈയടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ.